നടനകലയുടെ തമ്പുരാന പിറന്നാൾ മധുരം. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടന് 65-ാം പിറന്നാൾ. മോഹൻലാലിന് ആരാധകരുടെ ആശംസാ പ്രവാഹം. പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ, അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. നടന വിസ്മയത്തിന് 65-ാം പിറന്നാൾ. ഒരു മാസത്തിനിടെ 200 കോടി ക്ലിപ്പ് ചിത്രങ്ങൾ എന്ന അപൂർവമായ നേട്ടവുമായാണ് ഇത്തവണ ലാലേട്ടൻ ജന്മദിനം ആഘോഷിക്കുന്നത്. 4 പതിറ്റാണ്ടുകളായി മലയാളികളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മോഹൻലാൽ. ഇന്നും മോഹൻലാലിൻ്റെ ഒരു ചിത്രം വരുന്നു എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായും, പിന്നീട് സാഗറായും, ജയകൃഷ്ണനായും, സേതുമാധവനായും, ആടുതോമയായും, നീലകണ്ഠനായും, കാർത്തികേയനായും, ജോർജ് കുട്ടിയായും, സ്റ്റീഫനായും, അങ്ങനെ സിനിമാ ലോകത്ത് തുടരുകയാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ. തിരനോട്ടം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ചത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഭരതം, കമലദളം, ദേവാസുരം, വാനപ്രസ്ഥം തുടങ്ങി നടന വൈഭവത്തിൻ്റെ എത്രയെത്ര മുഹൂർത്തങ്ങൾ. മലയാളത്തിനു പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും മോഹൻലാൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ദേശീയ പുരസ്കാരങ്ങൾ, സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ. മോഹൻലാലിന് പിറന്നാളാശംസകൾ നേർന്ന പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. ലാലേട്ടൻ തുടരുമെന്നാണ് സംവിധായകൻ തരുൺ മൂർത്തി കുറിച്ചിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാൽ എന്നാണ് മമ്മൂട്ടി, മോഹൻലാലിൻ്റെ സ്വന്തം ഇച്ഛാക്ക, ആശംസകൾ നേർന്നിരിക്കുന്നത്. വർഷങ്ങളായി മലയാളികളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയ ലാലേട്ടന് പിറന്നാളാശംസകൾ നേരുകയാണ് പ്രിയപ്പെട്ടവരും ആരാധകരും. 65-ാം ജന്മദിനം ആശുന്ന ഞങ്ങളുടെ സ്വന്തം ലാലേട്ടന് എൻ്റെയും AKMFC WA ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഇനിയും ലാലേട്ടൻ മലയാളക്കരയാകെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം എങ്ങനെയാ, പൊളിക്കല്ലേ ലാലേട്ടാ? ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മലയാളക്കരയുടെ എല്ലാ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ 65-ാം ജന്മദിനമാണെന്ന്. അപ്പോൾ 65-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ലാലേട്ടന് എൻ്റെയും മോഹൻലാൽ ഫാൻസ് ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെയും എല്ലാവിധ ആശംസകൾ നേരുന്നു. സിനിമയിൽ തലമുറകൾ മാറി മാറി വരുമ്പോഴും ലാൽ തൻ്റെ യാത്രകൾ തുടരുകയാണ്. ഒരു മാസത്തിനിടെ 200 കോടി ക്ലബ് എന്ന അപൂർവമായ നേട്ടവുമായാണ് ഇത്തവണ ലാലേട്ടൻ ജന്മദിനം ആഘോഷിക്കുന്നത്. സമ്മിശ്ര പ്രതികരണവുമായി എത്തിയ എമ്പുരാൻ ബോക്സ് ഓഫീസിൽ വിസ്മയമായപ്പോൾ മികച്ച പ്രതികരണവുമായി വന്ന തരുൺ മൂർത്തി ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി. ഫാൻസ് അസോസിയേഷനുകളെ മാത്രമല്ല, കുടുംബ പ്രേക്ഷകരെ അടക്കം കയ്യിലെടുക്കാൻ തരുൺ മൂർത്തി ചിത്രത്തിന് കഴിഞ്ഞു. തുടരുമിന് ശേഷം മോഹൻലാലിൻ്റെതായി പുറത്തുവരാനിരിക്കുന്നത് സത്യന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വമാണ്. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്.